കഴിക്കണ കുറേ ടേക്ക് എടുത്തൊന്നും ശരിയാവണില്ല. അതിഗംഭീരം, മാസ്മരികം, സൂപ്പർ കറിയായിട്ട് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് ആരും കമൻറ്റിൽ പൊങ്കാല ഇടരുത്. എല്ലാവരും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവനവൻ്റെ ടേസ്റ്റ്, അവനവൻ്റെ എക്സ്പീരിയൻസ്. എനിക്കിഷ്ടമായി. അപ്പോൾ ഇതും ഒരു ബാച്ചിലേഴ്സ് കറിയാണ്, ഫിഷ് കറിയാണ്. ഒരു തക്കാളി, 4 പച്ചമുളക്, കൊടംപുളി അല്ലെങ്കിൽ സാദാ വാളംപുളി, പിന്നെ വേപ്പിലിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ കുറച്ച് വെള്ളം ചേർത്തിട്ട് പിഴിയാം. നന്നായിട്ട് ആ തക്കാളി വെള്ളത്തിൽ മിക്സ് ചെയ്യുക. അതിന് ശേഷം ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം തിളപ്പിക്കണം. തിളപ്പിക്കുക മീൻസ് നന്നായിട്ട് വേവിക്കുക. ഇത് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. എന്നാൽ ഉണ്ടാക്കിയിട്ടൊരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ കറക്റ്റ് ഫിഷിൽ ടേസ്റ്റ് വരിക. അങ്ങനെ തിളപ്പിക്കാൻ വെച്ചു. അതിനുശേഷം തേങ്ങയിൽ 1 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിക്സിയിലിട്ട് നന്നായി അരയ്ക്കുക. അങ്ങനെ നന്നായി തിളയ്ക്കുന്ന ഈ കറിയിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഒഴിക്കുക. പിന്നെ ആ മിക്സീൻ്റെ ജാറിൽ കുറച്ച് ചൂടുവെള്ളമാക്കിയിട്ട് ബാക്കി ഒഴിക്കുക. എന്നിട്ടിത് നന്നായിട്ട് തിളയ്ക്കണം. ആ തേങ്ങയും മസാലയും ഒക്കെ നല്ല വേവണം. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നല്ല ഇളക്കി ഇങ്ങനെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഉപ്പിടാം. ദെൻ മീൻ ഇടാൻ പോവുകയാണ്. ഞാൻ എടുത്തിട്ടുള്ളത് ആവോലി മീനാണ്, ബ്ലാക്ക് പോംഫ്രെറ്റ് 1/2 കിലോ. ആ മീൻ നല്ല തിളയ്ക്കുന്ന കറിയിലേക്ക് ഇടാം. മീനിട്ട ശേഷം ഒരുപാട് തിളയ്ക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ മീൻ പെട്ടെന്ന് വെന്ത് പൊട്ടി ഇങ്ങനെ കഷ്ണമായി പോകും. അപ്പോൾ മീനിട്ടതിന് ശേഷം ഗ്യാസ് കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഒരു 7-8 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക കറി. എന്നിട്ട് മൂടി വയ്ക്കുക. അങ്ങനെ കറിയിലേക്ക് നമ്മൾ കറി വെന്തതിന് ശേഷം ചട്ടി മാറ്റി വെച്ചിട്ട് ചെറിയ ഉള്ളി ഒരു 4-5 എണ്ണം അരിഞ്ഞ് നന്നായി അത് ഇങ്ങനെ മൂപ്പിച്ചെടുത്തിട്ട് വേപ്പിൻ്റെ ഇലയിട്ട് കറിയിലേക്ക് ഒഴിക്കുക, താളിച്ചൊഴിക്കുക. ഇനി നമ്മൾ കഴിക്കാൻ പോവുകയാണ്. കുറച്ച് ചോറും അച്ചാറും ഈ മീൻ കറിയും വെച്ച്. അടിപൊളി.